നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് പ്രതിമാസം നിങ്ങൾക്ക് വരുമാനം ലഭിച്ചാൽ എങ്ങനെയുണ്ടാകും? 9250 രൂപ ഓരോ മാസവും പലിശയായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ യാതൊരു റിസ്കുമില്ലാതെ നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാം. എങ്ങനെയാണ് ഈ പദ്ധതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എത്ര എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? വീഡിയോ പൂർണ്ണമായും കണ്ടാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ അവിനാഷ്, ബോസ് വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പോസ്റ്റ് ഓഫീസിന്റെ ഒരു പ്രതിമാസ വരുമാന പദ്ധതി, ഈ പേര് തന്നെ സൂചിപ്പിക്കുന്നത് നമുക്ക് പ്രതിമാസം ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് ഇത്. പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പണം യാതൊരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിൽ നിന്നും അതിന്റെ പലിശ എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അതിലൂടെ ഒരു പ്രതിമാസ വരുമാനവും നമുക്ക് ലഭിക്കുന്നു. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഇതാണ് ഈ ഒരു പദ്ധതിയുടെ രൂപരേഖ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിന് ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ സീനിയർ സിറ്റിസൺസിന് ഇത് കുറച്ചുകൂടെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അവർ റിട്ടയർ ചെയ്താലും, അതായത് അവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാലും പ്രതിമാസം ശമ്പളം പോലെ ഒരു വരുമാനം അക്കൗണ്ടിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാനും സാമ്പത്തികപരമായിട്ട് വളരെ സേഫായി നിൽക്കാനുമുള്ള ഒരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം, അതുമല്ലെങ്കിൽ പാമിസ് എന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ ഇപ്പോഴത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 7.4%. ഇനി പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയുടെ ചില ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിന്റെ ലോക്ക് ഇൻ പീരീഡ് ആണ്. 5 വർഷമാണ് ഇതിന്റെ ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത്. 5 വർഷത്തിന് മുമ്പ് ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധ്യമല്ല. 9 ലക്ഷം രൂപയാണ് ഈ ഒരു പദ്ധതി പ്രകാരം നമുക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തുക. ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ്. മിനിമം 1000 രൂപയും മാക്സിമം 9 ലക്ഷം രൂപയുമാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയിലേക്ക് നമുക്ക് നിക്ഷേപിക്കാൻ സാധ്യമാകുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആയിട്ടും ജോയിന്റ് അക്കൗണ്ട് ആയിട്ടും ഈ പദ്ധതിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമാണ്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ 9 ലക്ഷം രൂപയും, ജോയിന്റ് അക്കൗണ്ട് അതായത് 2-3 പേർ ചേർന്നുള്ള ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ 15 ലക്ഷം രൂപ വരെയും ഈ പദ്ധതി പ്രകാരം നിക്ഷേപിക്കാൻ സാധിക്കും. ഇത് ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അതായത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് ഏത് സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാലും, നിങ്ങൾ താമസം മാറുകയാണെങ്കിൽ നിങ്ങൾ താമസം മാറുന്ന സ്ഥലത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ഈ പദ്ധതി ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യമാണ്. ജോയിന്റ് അക്കൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 മുതൽ 3 പേർക്ക് വരെ ജോയിന്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഒരു ജോയിന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ അക്കൗണ്ടിന്റെ എല്ലാ അവകാശങ്ങളും എത്ര പേർ ചേർന്നാണോ അക്കൗണ്ട് ആരംഭിച്ചത് അവർക്ക് തുല്യമായിട്ട് ആയിരിക്കും. 10 വയസ്സിന് മുകളിലുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഈ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് 18 വയസ്സ് തികയുമ്പോഴായിരിക്കും എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധ്യമാകുന്നത്. സോ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി അക്കൗണ്ട് തുറക്കാൻ സാധ്യമാണ്. പക്ഷേ NRIകൾക്ക്, നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസിന് പോമിസ് പദ്ധതിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും റിട്ടേണിനെ കുറിച്ചും എല്ലാമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് ഒരു കാര്യം ആവശ്യമാണ്. അത് ഫിനാൻഷ്യൽ നോളജ് ആണ്, അല്ലെ? ഇത്തരത്തിലൊരു ഫിനാൻഷ്യൽ നോളജ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ 30കളിൽ അല്ലെങ്കിൽ 20കളിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ നോളജ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് A to Z പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. മണി സ്മാർട്ട് ഇൻ യുവർ 20s and 30s. ഫിനാൻഷ്യലിനെ കുറിച്ച്, സാമ്പത്തിക മാനേജ്മെന്റിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് മണി സ്മാർട്ട് ഇൻ യുവർ 20s and 30s. നിങ്ങളുടെ 20കളിലും 30കളിലും നിങ്ങൾ എടുക്കേണ്ട സാമ്പത്തിക തീരുമാനങ്ങൾ അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് ഇത്. സോ സീബ്ര ലേൺ പബ്ലിഷേഴ്സിന്റെ ഒരു പുസ്തകമാണിത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഷാർക്ക് ടാങ്ക് ഷോയിൽ വരെ ഇതിന്റെ പബ്ലിഷേഴ്സ് ഫീച്ചർ ആയിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടന്റിന്റെ ക്വാളിറ്റിക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ പേജുകളും ലേഔട്ടുകളും എല്ലാം വളരെ അട്രാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജിൽ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ ഇത് ഇന്ത്യയിൽ നിന്നും പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് ഇത്. അതായത് ഇന്ത്യൻ ടെർമിനോളജികളും കാര്യങ്ങളും എല്ലാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പുസ്തകത്തിൽ മൊത്തം 7 സെക്ഷൻസ് ആണ് ഉള്ളത്. ഈ സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലേൺ ദ ബേസിക്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, ബോണ്ട്സ് ആൻഡ് മോർ, മാസ്റ്റർ ഫൈനാൻഷ്യൽ പ്രൊഫൈലിംഗ് ആൻഡ് ക്രിയേറ്റ് എ പേഴ്സണലൈസ്ഡ് മണി പ്ലാൻ. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും വളരെ മനോഹരമായിട്ട് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ടാക്സ് പ്ലാനിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കടം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്നു. ഈ പുസ്തകത്തിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് സ്മോൾ സേവിങ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പേജുകളാണ്. ഈ ഭാഗത്ത് വ്യത്യസ്ത തരത്തിലുള്ള സ്മോൾ സേവിങ്സിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നു. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്,
പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്, സുകന്യ സമൃദ്ധി സ്കീം, പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് എന്നു തുടങ്ങി നിരവധി ചെറുകിട സേവിങ്സ് പദ്ധതികളെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്നു. സോ ഈ പുസ്തകം വാങ്ങി നിങ്ങൾ പഠിക്കൂ. കാരണം നിങ്ങളുടെ 20കളിലും 30കളിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം മാനേജ് ചെയ്യാൻ പറ്റും. ഈ ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. സോ ഈ പുസ്തകം നിങ്ങൾ വാങ്ങണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന POS20 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ടിൽ ഈ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ് പ്രതിമാസം എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്? നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്കായിരിക്കും ഈ പ്രതിമാസ വരുമാനം വരുന്നത്. ഇനി അഥവാ ലോക്ക് ഇൻ പീരീഡിന് മുമ്പ് നിങ്ങൾക്ക് മണി വിഡ്രോ ചെയ്യണം എന്നാണെങ്കിൽ, അതായത് 5 വർഷത്തിന് മുമ്പ് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യണം, ഈ പദ്ധതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഒരു പെനാൽറ്റി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധ്യമാണ്. ഈ പദ്ധതിയിൽ ടാക്സ് ബെനിഫിറ്റ് ഒന്നും ലഭ്യമല്ല. അതായത് TDS ആണെങ്കിലും നമുക്ക് സെക്ഷൻ 80C പ്രകാരമാണെങ്കിലും ടാക്സ് ബെനിഫിറ്റ് ഒന്നും അവൈലബിൾ അല്ല. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന്റെ കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7.4%. മിനിമം ഇൻവെസ്റ്റ് എമൗണ്ട് 1000 രൂപയും മാക്സിമം ഇൻവെസ്റ്റ് എമൗണ്ട് സിംഗിൾ അക്കൗണ്ട് ആണെങ്കിൽ 9 ലക്ഷം രൂപയും ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ 15 ലക്ഷം രൂപയും ആയിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. ടാക്സ് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. വേർ ടു ഇൻവെസ്റ്റ്? പോസ്റ്റ് ഓഫീസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സെക്യൂരിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മണി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് സ്കീം ആയതുകൊണ്ട് തന്നെ ഫുള്ളി സെക്യൂർഡ് ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻകം പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്, അതായത് എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് പലിശ എമൗണ്ട് വരുന്നു. നോമിനി ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഹൗ ടു ട്രാൻസ്ഫർ മണി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു എ സേവിങ്സ് അക്കൗണ്ട്. നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. റീ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 5 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഇവിടെ ഉണ്ട്. NRIസിന് ഈ ഒരു പദ്ധതി പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഹു ക്യാൻ ഓപ്പൺ എ പോമിസ് അക്കൗണ്ട്? പ്രധാനമായും മുതിർന്നവർക്ക്, അതുകൂടാതെ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമാണ്. എങ്ങനെയാണ് ഒരു പോമിസ് അക്കൗണ്ട്, പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നോക്കാം. ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് പോവുക. അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന്റെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് ഒരു ID പ്രൂഫും ഫോട്ടോയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന എമൗണ്ടും അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോമിസ് അക്കൗണ്ട് അവിടെ ഓപ്പൺ ആയിരിക്കും. സോ എന്താണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം, എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ട് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നും ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പദ്ധതിയിൽ എങ്ങനെയാണ് പലിശ വർക്ക് ആവുന്നത്, എത്ര ശതമാനം പലിശയാണ് നമ്മൾ ലഭിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞു. 7.4% പലിശയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഓരോ വർഷവും ആകുമ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ആകുന്നത്, അത് എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്, എങ്ങനെയാണ് ആ എമൗണ്ട് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നത്. സോ ഈ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയിരിക്കുന്ന മറ്റൊരു ടേബിൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7.4%. അത് എല്ലാ സമയത്തും കോൺസ്റ്റന്റ് തന്നെയാണ്. ആദ്യം നമ്മൾ ഇവിടെ നോക്കാം. 15 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ മാസവും നമുക്ക് ലഭിക്കുന്ന പലിശ എന്ന് പറയുന്നത് 9250 രൂപയാണ്. സോ 5 വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് പലിശ ഇനത്തിൽ മാത്രം ലഭിക്കുന്നത് 5,55,000 രൂപയാണ്. ഈ 15 ലക്ഷം എന്നുള്ളത് 14 ലക്ഷമാകട്ടെ, ആ സമയത്ത് ലഭിക്കുന്നത് 8,634 രൂപ പ്രതിമാസവും 5,18,000 രൂപ 5 വർഷത്തിന് ശേഷം ടോട്ടൽ ഇൻട്രസ്റ്റ് ആയി ലഭിക്കുന്നു. സോ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം. 15, 14, 13 അങ്ങനെ ഓരോ 1 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മാസം ലഭിക്കുന്ന പലിശയും അത് ടോട്ടൽ ആയിട്ട് വരുന്ന പലിശ എത്രയാണെന്നും നമ്മൾ ഈ ടേബിളിലൂടെ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ കാണാം 1 ലക്ഷം രൂപയാണ് നമ്മൾ ഈ ഒരു സ്കീമിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ പ്രതിമാസം 617 രൂപയായിരിക്കും പലിശ ഇനത്തിൽ നമുക്ക് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമായിട്ട് നമുക്ക് മന്ത്ലി ലഭിക്കുന്ന എമൗണ്ട്. 37,000 രൂപയായിരിക്കും ടോട്ടൽ പലിശ. അത് 2 ലക്ഷമാകുമ്പോൾ ഒരു മാസം എത്രയാണെന്നും ടോട്ടൽ പലിശ എത്രയാണെന്നും ഇവിടെ കാണാം. 3 ലക്ഷമാകുമ്പോഴും 4 ലക്ഷമാകുമ്പോഴും അങ്ങനെ 15 ലക്ഷം വരെയുള്ള എമൗണ്ടും പ്രതിമാസം ലഭിക്കുന്ന പലിശയും 5 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ടോട്ടൽ പലിശ ഇനത്തിൽ മാത്രം ലഭിക്കുന്ന തുക എത്രയാണെന്നും ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി? കേന്ദ്ര സർക്കാരിന്റെ വളരെ സേഫ് ആയിട്ടുള്ള, പോസ്റ്റ് ഓഫീസ് നൽകുന്ന വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള നിങ്ങളുടെ പണം ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ എമൗണ്ട്, നിങ്ങൾക്ക് അതിന്റെ പലിശ എമൗണ്ട് പ്രതിമാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് ആണ്. പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തികമായി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്, സാമ്പത്തികമായി ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ സാധ്യമാക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് പോമിസ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി എന്ന് പറയുന്നത്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ബോസ്വാല മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. Bosswala. Be the boss.